ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അകൽച്ച ഈ വ്യക്തിയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. എത്ര ഡീപ്പാണ് അവരുടെ ആ വേദന എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹെറോഫൻ്റ് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. 5 ഓഫ് കപ്സ്, നയൻ ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി, ക്വീൻ ഓഫ് വാൺസിൻ്റെ എനർജി, കിങ് ഓഫ് വാൺസിൻ്റെ എനർജി, 2 of cups, 8 of wands, ace of wands, 4 of swords, judgment, page of swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് എടുക്കാവേ. സെക്യൂരിറ്റിയാണ് വന്നിരിക്കുന്നത്. റിലീസ്, ഒരു കാർഡ് എടുക്കുക. അബണ്ടൻസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ലവ്. നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ ടാരോ കാർഡ്സിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്? 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കണ്ടില്ലേ, അവരിവിടെ നിങ്ങളെ നന്നായിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് വന്നു ചേരാൻ വളരെയധികം ആഗ്രഹമുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുതന്നെയാണ്, നിങ്ങളുമായിട്ട് കൂടിച്ചേരണം എന്നുള്ള ആഗ്രഹമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ലവ്, ബോട്ടം ഓഫ് ദി ഡെക്ക് കണ്ടില്ലേ, ലവ് കണ്ടില്ലേ. ഇവിടെ നിങ്ങളോടുള്ള പ്രണയമാണ്, ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന എനർജിയാണ്, കണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഹെറോഫൻ്റ് എനർജിയാണ്. കാരണം അവരിവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 5 ഓഫ് കപ്സ് വന്നിരിക്കുന്നു. ഇവിടെ 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ക്വീൻ ഓഫ് കപ്സ് മാനിഫെസ്റ്റേഷൻ്റെ എനർജി ഉണ്ട്. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പം നല്ല ഡീപ്പ് കണക്ഷൻ ആയിരുന്നു. കാരണം കണ്ടില്ലേ, ഇതേപോലെ 2 ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത്. നല്ല പോലെ ഡീപ്പ് കണക്ഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ്. അത് ഇവിടെയാണ് ഇടയ്ക്കൊന്ന് ബ്രേക്കപ്പ് ആയത്. കണ്ടില്ലേ, ഇവിടെ 5 ഓഫ് കപ്സ്. അവരിവിടെ ഇതിനിടയിൽ അവരിവിടെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിപ്പോയിരിക്കുന്നു. അവർക്ക് അത് എങ്ങനെയാണ് നിങ്ങളോട് എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അവർ വിചാരിക്കുന്നുണ്ട്, ഞാനിവിടെ ഒറ്റപ്പെട്ടു, എന്നെ ഇനി ആരും സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് അടുത്ത് കൂടാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴും കണ്ടില്ലേ, ലവ് സ്നേഹപരമായ കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ തിരഞ്ഞിരിക്കുന്നത് തന്നെയും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. ഒരു മുറിക്കുള്ളിൽ ചടഞ്ഞുകൂടി കിടക്കുന്നു. മറ്റു സന്തോഷങ്ങളിലൊന്നും ഏർപ്പെടാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർ ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാനസികമായ വിഷമം തന്നെയാണ് ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഇവിടെ അത് തന്നെയാണ് 4 ഓഫ് സോർഡ് പറയുന്നതും അത് തന്നെയാണ്. എന്തൊക്കെയോ അവർ അമിതമായിട്ട് ചിന്തിച്ചു കൂട്ടുകയാണ് നിങ്ങളെപ്പറ്റി. എന്തായാലും ഇവിടെ സെപ്പറേഷൻ നടന്നു. അത് ഏതൊരു കാരണമായാലും ശരി,
ഏതൊരു കാരണമായാലും ശരി, എന്തായാലും നിങ്ങളിലേക്ക് ഇനി വരണം. നിങ്ങളുമായിട്ടുള്ള തോട്ട്സാണ് അവർ, നിങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടിയ ദിവസങ്ങളുടെ ചിന്തകളിലാണ് അവർ ഇപ്പോഴും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഇനി ഏതൊരു കാരണം കൊണ്ട് നിങ്ങൾ അകന്നു പോയാലും തീർച്ചയായും ചിലപ്പോൾ പല കാരണങ്ങൾ വരാം. നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് പല കാരണങ്ങൾ വരാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മറ്റവരുടെ സുഹൃത്തുക്കളാവാം ഇതിനിടയിൽ കിടന്ന് നിങ്ങളുമായിട്ട് ഉള്ള അകൽച്ച വരുത്തിയത് എന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും. അതല്ല എങ്കിൽ അവരുടെ വീട്ടുകാർ ഇതിൽ ഇടപെട്ടിട്ടുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പ് ഏതൊരു ആൾക്കാരെ തമ്മിൽ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ഏത് ലവേഴ്സ് ആവാം, കപ്പിൾസ് ആവാം, അതുപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആവാം, ഏത് തരത്തിലുമുള്ള ബന്ധങ്ങളെ ആസ്പദമാക്കിയുള്ള റീഡിംഗ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്നത് എടുക്കുക. അപ്പോൾ ഇവിടെ ഇനി എത്രമാത്രം അകന്നാലും ശരി, അവർ നിങ്ങളെ ഇവിടെ നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങളറിയാതെ നിങ്ങളെ ഇവിടെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന, എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്യുന്ന എനർജിയാണ് സ്പൈ വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. അല്ല, നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങളോടുള്ള സ്നേഹം നിമിത്തം അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങളറിയാതെ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പക്ഷെ അവരിവിടെ വീണ്ടും നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സന്തോഷകരമായൊരു ലൈഫ് ആയിരുന്നു. നയൻ ഓഫ് പെൻറ്റക്കിൾസ് കണ്ടില്ല, സഫലതയായിരുന്നു നിങ്ങളുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ദൈവികമായ അനുഗ്രഹം അവർക്ക് വേണ്ടതുപോലെ ഉണ്ടായിരുന്നു. അവരുടെ സമൂഹത്തിൽ, അതുപോലെ തന്നെ അവരുടെ ജോലിക്കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുമായി അകന്നതിന് ശേഷമാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത്. അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുക മാത്രമല്ല, എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെ ചിന്തിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത്. എപ്പോഴും അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഒറ്റപ്പെടൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ഈ ഒരു വിഷമം അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. കണ്ടില്ലേ, നിങ്ങൾ കൊടുത്തിരുന്ന ഈ ഒരു സ്നേഹം ഇവിടെ അവർക്ക് ചുറ്റിനും പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹമാണിത് അവരെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് വിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെ മാത്രം ഓർത്തുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടും ഇരിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർക്കാതിരിക്കുകയല്ല ചെയ്യുന്നത്, കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ്, കാണാൻ വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. അത് ദിവസങ്ങൾ അങ്ങോട്ട് പോകെ അവർ മടി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ദിവസങ്ങൾ പോകും തോറും പിന്നെ നാളെയാട്ടെ മറ്റന്നാളാട്ടെ അങ്ങനെയുള്ള ഓരോരോ ചിന്തകളും അവരെ അലട്ടുന്നുണ്ട്. അത് ആ ഒരു ചിന്തയിലൂടെ അവരിപ്പോൾ പോകുന്നു. കാരണം ഓരോ ദിവസവും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം എന്നുള്ള ചിന്തയോടു കൂടിയാണ് ഇരിക്കുന്നത് എന്ന് കാണും. എന്തുകൊണ്ടെന്നാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടാവാം. കുറച്ച് ദിവസം മിണ്ടാതിരുന്നിട്ട്, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ മിണ്ടാതിരുന്നിട്ട് എങ്ങനെയാണ് ഇനി നിങ്ങളോട് കോണ്ടാക്റ്റ് ചെയ്യുന്നത്, ഇനി നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്നൊക്കെ അവരിവിടെ ആലോചിക്കുകയാണ്. ഏസ് ഓഫ് വാൺസിൻ്റെ എനർജി കണ്ടില്ല, ഇതിവിടെ അവരുടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. അവരിവിടെ ഗഹനമായി തന്നെ ആലോചിക്കുന്നുണ്ട്. ഇനി എന്താണ് വേണ്ടത് എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത്. ഇനി എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലേക്ക് പല തരത്തിലുള്ള കാര്യങ്ങളും കടന്നുകൂടാം. നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവർ വരാൻ വേണ്ടിയായിരിക്കണം, അല്ലേ? അവരുമായിട്ടുള്ള ആ ഒരു നല്ല നിമിഷങ്ങളെ നിങ്ങൾ എപ്പോഴും ഓർക്കുന്നുണ്ടാവും. അവർ വരാൻ വേണ്ടി നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് വേണ്ടി ദൈവത്തോട് കേണപേക്ഷിക്കുന്നു. അവരുമായിട്ടുള്ള ഒരു ജന്മം അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കണ്ടില്ല, നിങ്ങളുമായിട്ടല്ലാതെ അവർക്കിവിടെ മുൻപോട്ട് പോകാൻ പറ്റില്ല എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത്. ഇനി അടുത്ത് നല്ലൊരു ജന്മം കൂടി തരും അവരുമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല ജന്മം, നിങ്ങളുമായിട്ട് വീണ്ടും കൂടിച്ചേർന്ന് നല്ലൊരു തുടക്കത്തിലേക്ക് പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ട് തന്നെയാണ്, നിങ്ങളുടെ അകൽച്ച അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരെല്ലായ്പ്പോഴും നിങ്ങളെ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങളെ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുകയില്ല.
ഇവിടെ 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് മാനസികമായിട്ട് അവർ പറയുന്നുണ്ട്. ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് അവർ എല്ലാ കാര്യങ്ങളും. അങ്ങനെയുള്ള ഒരു സ്പീഡ് എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ വീണ്ടും ഒത്തുചേർന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് പോകണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരിവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന എനർജിയുണ്ട്. ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് അവർ കുറച്ച് സമയം കഴിയുമ്പോൾ ആശ്വാസത്തിലെത്തുന്ന എനർജിയാണ്. അങ്ങനെ ആശ്വാസത്തിലെത്തുമ്പോഴാണ് അവർക്ക് പുതിയ പുതിയ ഐഡിയാസ് വരുന്നത്. എങ്ങനെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ വിഷമം എങ്ങനെ മാറ്റിയെടുക്കാം, അവർ അനുഭവിക്കുന്നതിനും ഇരട്ടിയായിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ ഇവിടെ കഴിയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവർക്ക് അതങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നതിലൂടെയാണ് അവർക്ക് തിരികെ വരാൻ തന്നെ തോന്നുന്നത്. അവരിവിടെ തിരികെ വരാതിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാത്തുനിൽപ്പല്ലേ, ഇവിടെ കാത്തുനിൽപ്പാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ്. പലപ്പോഴും ക്ഷമയോടുകൂടിയും ചിലപ്പോഴൊക്കെ ക്ഷമയില്ലാതെയും. ചിലപ്പോൾ വിചാരിക്കുക കഴിയട്ടെ പിന്നീട് വരാം എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ വിചാരിക്കുന്നത് എന്താണ്, എത്രയും പെട്ടെന്ന് വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവിടെ അബണ്ടൻസ് ആണ്. അതുപോലെ തന്നെ റിലീസ്. പാസ്റ്റിലെ ഒരുപാട് ചിന്തകൾ അവരുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിനെയൊക്കെ ഒന്ന് റിലീസ് ചെയ്യണമെന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റിലെ ചിന്തകളെന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒത്തുകൂടിയിട്ടുള്ള, നിങ്ങൾ അവസാനമായിട്ട് വഴക്കിട്ട പ്രശ്നങ്ങളുണ്ടാവാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ചില തോട്ട്സ് അവരുടെ ഉള്ളിലുണ്ടാവാം. ആ നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ ഒന്ന് റിലീസാക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സെക്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് വീണ്ടും അവരൊരു താങ്ങായും തണലായും പരസ്പരം ഒന്നിച്ച് ചേർന്ന് തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെ ഇവിടെ ആഗ്രഹിക്കുന്നു. അതുപോലെ അബണ്ടൻസ് ആണ്. നിങ്ങൾ ഒത്തുചേർന്ന് കഴിയുമ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും പോകണം എന്ന് തന്നെയാണ് അവരിവിടെ ഹോപ്പ് വയ്ക്കുന്നത്. ലവ് കണ്ടില്ലേ, ഇവിടെ ലവ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഗേറ്റ് വേയിൽ തന്നെ, നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളുടെ ഗേറ്റിങ്ങിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്, അടുത്ത് വന്നിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവർ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഗേറ്റ് വേ ആണ്. ഇത്രയും പെട്ടെന്ന് അവർ വരാതിരിക്കില്ല ഇവിടെ. അതുപോലെ തന്നെ അവരുടെ ആ സ്നേഹം നിങ്ങളോട് പങ്കിടാൻ അവർ അത്യധികം ആഗ്രഹിക്കുന്നു. അവരിവിടെ ക്ഷമയോടുകൂടി ഇരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഫുൾഫിൽമെൻ്റാണ് അടുത്തത്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്ന എനർജി. അതുപോലെ ഹാപ്പിനെസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾ ഒത്തുചേർന്ന് ഐക്യത്തിലൂടെ കോംപ്രമൈസ് ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. നമുക്ക് അവരുടെ മെസ്സേജ് ഒന്ന് നോക്കാവേ. ഐ ഫീൽ സോറി ഫോർ ഡൗട്ടിങ് ഓൺ യു. കണ്ടില്ലേ, ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിൽ സംശയിച്ചിട്ടുള്ളത്. പലപ്പോഴും സംസാരമുണ്ടാകുമ്പോൾ എന്തെങ്കിലും സംശയത്തിൻ്റെ പേരിലുള്ള സംസാരം നടക്കും. പരസ്പരം അങ്ങനെയാണല്ലോ, കലഹിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരസ്പരം വിളിച്ചു പറയും അല്ലേ. അപ്പോൾ ഇതൊക്കെ പിന്നീടാണ് വിഷമം തോന്നുന്നത്. അപ്പോഴത്തെ ഒരു ദേഷ്യത എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓർക്കാപ്പുറത്ത് പല കാര്യങ്ങളും വിളിച്ചു പറയും അല്ലേ. അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യത്തിൽ ഞാനിപ്പോൾ വളരെയധികം വിഷമിക്കുന്നു. നിങ്ങളെ സംശയിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാനതിൽ വളരെയധികം വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഐ ഡു ലവ് യു. നിങ്ങൾ എത്രമാത്രം എന്നെ സ്നേഹിച്ചോ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചോ അതുപോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. യാതൊരു സംശയവും വേണ്ട. ഐ സ്റ്റിൽ ഫീൽ ദ സെയിം ഫോർ യു. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഐ നോ യു ട്രസ്റ്റ് മീ. എനിക്കറിയാം നിങ്ങൾ എന്നെ വിശ്വസിക്കുക. നിങ്ങൾ എന്നെ വിശ്വസിക്കാതെ എവിടെ പോകാൻ പറ്റും? എന്നെ അത്രമാത്രം ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനായിരുന്നു നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്നെ നിങ്ങൾ വിശ്വസിക്കും എന്നുള്ള കാര്യം. ഐ ലവ് യു ആസ് യു ആർ. കണ്ടില്ലേ, എപ്പോഴും അത് തന്നെയാണ് അവർ പറയുന്നത്. നിങ്ങൾ എത്ര സ്നേഹിച്ചോ അതുപോലെ തന്നെ അവരും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തിൽ വേറെ സംശയം
ഒന്നും തന്നെ വേണ്ട എന്നാണ് അവർ പറയുന്നത്. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ഞാൻ നിങ്ങളുമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് കണക്ഷനിലാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാവേ. ലെറ്റർ ആർ, ലെറ്റർ എസ്, ലെറ്റർ ഐ, ലെറ്റർ ജെ, ലിയോ, ചിങ്ങമാസം, മകം, പൂരം, ഉത്രം, കാൽ. സോഡിയാക് സൈനാണ് ലിയോ. ഫെബ്രുവരി മന്ത്. നവംബർ മന്ത്. മെയ് മന്ത്. സെപ്റ്റംബർ മന്ത്. എല്ലാം മന്താണല്ലോ കൂടുതൽ. ലെറ്റർ നമ്പർ 3. ലെറ്റർ സി, ലെറ്റർ ഡി. തൃശ്ശൂർ, കാസർഗോഡ്, കൊല്ലം, എറണാകുളം. സോഡിയാക് സൈൻ ഒന്നുകൂടെ എടുക്കാവേ. വെർഗോ. സോഡിയാക് സൈൻ വെർഗോ, കന്നിമാസം, ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര. സോഡിയാക് സൈൻ ജെമിനി, മിഥുന മാസം, മകയിരം, അര, തിരുവാതിര, പുണർതം, മുക്കാൽ. ഓഗസ്റ്റ് മന്ത്. ഒക്ടോബർ മന്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഈ റീഡിംഗ് എത്ര പേർക്ക് റെസണേറ്റ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മച്ചാവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസണേറ്റ് ആവുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.